അമ്പലം അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വിളക്ക് വെക്കുക അങ്ങനത്തെ ആ ഒരു റുട്ടീൻ ഉണ്ടല്ലോ, അത് എത്രത്തോളം അറ്റാച്ച്ഡ് ആണ് ഭരത്തുമായിട്ട്? നല്ല കണക്ഷൻ ഉണ്ട്. കാരണം എനിക്കിപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്സ് തോന്നി. എനിക്കിപ്പോഴെപ്പോഴും ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞ വാക്ക് എല്ലാവരും പറയുന്നതാണ്, പക്ഷെ അതിൽ കൂടെ അനുഭവിച്ചവർക്ക് അത് കൂടുതലായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എനിക്ക് വയ്യാതിരുന്ന സമയത്തൊക്കെ ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു, ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല, വീട്ടിൽ തന്നെ. അപ്പോൾ എനിക്ക് കുറേ, അതായത് ഹോം സിക്നെസ് ഉള്ള ഒരാളാണെങ്കിലും ഞാൻ ഇവിടെ തന്നെ ആയി പോയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷനൊക്കെ വന്നിരുന്നു. അപ്പോൾ ആ ടൈമിൽ എനിക്കെപ്പോഴും കൃഷ്ണ, ഗുരുവായൂരപ്പ ആ ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത് തന്നെ കൃഷ്ണൻ്റെ അമ്പലമാണ്. അപ്പോൾ എനിക്ക് എപ്പോൾ സ്ട്രെസ്സ് തോന്നിയാലും അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആവണമെങ്കിൽ എനിക്ക് അമ്പലത്തിൽ പോകണം. അതുകൊണ്ടാണ്. ഒരു ഫാൻ ഗിഫ്റ്റ് തന്നില്ലായിരുന്നു ഗുരുവായൂരപ്പൻ? അത് പന്തളത്ത് നിന്നുള്ളൊരു ആളായിരുന്നു. ആളിപ്പോൾ ബാംഗ്ലൂർ ആണ്. എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ട് വന്നതാ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അയ്യപ്പൻ, എനിക്ക് അരവണ ആ വർഷം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റോറി ഇട്ടു, അരവണ ആർക്കെങ്കിലും കിട്ടുമെങ്കിൽ എനിക്ക് ഒരെണ്ണം തരണേന്ന്. അങ്ങനെ എൻ്റെ അഡ്രസ്സ് വാങ്ങിച്ചിട്ട് അരവണയും അവിടുത്തെ പ്രസാദവും എല്ലാം കൂടി ആയിട്ട് എനിക്ക് അയച്ചു. അങ്ങനെ കണക്ഷൻ ആയത് ആളായിട്ട്. ഇപ്പോൾ എൻ്റെ ചേച്ചിയെ പോലെ തന്നെ നല്ല കണക്ഷൻ ആയിട്ട് പോകുന്നുണ്ട്. വേറെ എന്തൊക്കെ ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇങ്ങനെ റീൽസ്? ഇപ്പോൾ ജേണി ഓഫ് ബർത്ത്, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരു അനൂപ് ചന്ദ്രൻ ഇപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ആൾ എനിക്ക് റിംഗ് ലൈറ്റ് തന്നിരുന്നു. ഇപ്പോൾ ജേണി ഓഫ് ബർത്ത് തുടങ്ങിയപ്പോൾ ഒരു ചേച്ചി, അതായത് ഓരോരുത്തരും എൻ്റെ അടുത്ത് പറയാൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് അത്രയും. അതായത് അവർക്ക് എൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നെഗറ്റീവായിട്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു സ്മൈല് മുഖത്ത് വരുന്നത്. അപ്പോൾ ഗിഫ്റ്റ് ചെയ്യണം എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും വേണ്ട, നിങ്ങളുടെ ഈ സപ്പോർട്ട് മാത്രം മതി എന്ന് പറയുമെങ്കിലും അവർ കുറേ നേരം മെസ്സേജ് അയക്കും എനിക്ക് തരണം എന്ന്. അങ്ങനെയാണ് എനിക്കൊരു ഫോൺ സ്റ്റാൻഡ് കിട്ടി. എനിക്ക് സ്റ്റാൻഡൊന്നും ഉണ്ടായിരുന്നില്ല, ഞാനൊരു ഭരണിയിലായിരുന്നു ഫോൺ വെച്ചിട്ട് വീഡിയോ എടുത്തിരുന്നത്. ഇപ്പോൾ എനിക്ക് സ്റ്റാൻഡ് കിട്ടിയപ്പോൾ ഭയങ്കര, അതായത് വീഡിയോ എടുക്കാൻ കുറച്ചും കൂടി ത്വരയാണ്. അപ്പോൾ സ്റ്റാൻഡ് കിട്ടി, അതുപോലെ തന്നെ റിംഗ് ലൈറ്റ് കിട്ടി. പിന്നെ കുറേ ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അതുപോലെ കുറേ പേര് എനിക്ക് ഫ്രെയിംസ് ഇപ്പോൾ കൊറിയറായിട്ട് അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അങ്ങനെ. ഓക്കെ, മോൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ആൾക്കാർ ചിലപ്പോൾ പണ്ട് കമന്റ് ചെയ്യുമായിരുന്നു എന്തെങ്കിലും തകരാറുണ്ടോന്നും. അതിന്റെ മെയിൻ ബേസിക് ആയിട്ട് നമുക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതുവെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടല്ലോ, പെൺകുട്ടികൾ ഇന്നത് ചെയ്യണം, ആൺപിള്ളേർ ഇങ്ങനെ ചെയ്യണം എന്ന്. അപ്പം ആ ഒരു സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് മോൻ എപ്പോഴും വീഡിയോസ് ഇടുന്നതും. അതുപോലെ തന്നെ മോൻ ഒരു പാവയുണ്ട്, ഇടയ്ക്ക് ആ ബെഡിൽ കാണാം. അത് ഈ പറഞ്ഞ പോലെ അച്ഛൻ എനിക്ക് എന്റെ 8ാമത്തെ ബർത്ത്ഡേക്ക് പഴനിന്ന് വാങ്ങിച്ചു തന്നതാ. അത് വെള്ളപ്പൊക്കത്തിലൊക്കെ പോയി മുങ്ങി കിടന്ന സാധനം. അത് ഞങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ടോയ്സ് വാങ്ങിക്കെങ്കിലും കളിക്കാറില്ല, എപ്പോഴും സോക്കേഴ്സിൽ ഇങ്ങനെ വെക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും അതുണ്ട്. അത് ഞാനൊരു അലമാരിയുടെ മേളിൽ വെച്ചേക്കായിരുന്നു. കുറച്ച് ദിവസം മുന്നേ ഞങ്ങളിപ്പോ വീഡിയോ ഒക്കെ എടുക്കണ്ടല്ലോ, അപ്പൊ റൂം മേക്ക് ഓവർ ചെയ്യാം എന്നുള്ള രീതിയിൽ എൻ്റെ ചേച്ചി അത് ക്ലീൻ ചെയ്ത് തന്നത് എനിക്ക്. അപ്പോ പിന്നെ എന്റെ ബെഡിലായി അത്. നമ്മള് എന്താ പറയാ, റൂം ക്ലീനിങ്ങിന്റെ ആ വീഡിയോക്കകത്ത് അത് കണ്ടു. പിന്നെ എപ്പോഴും 1-2 വീഡിയോസിനകത്ത് അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഒരുപാട് വ്ളോഗ് ഇടുന്നു, റീച്ച് എത്തുന്നു, ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നു, ആക്സെപ്റ്റ് ചെയ്യുന്നു, മെസ്സേജ് അയക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ ഭരത്തിന്റെ ലൈഫിൽ ഒരു മേജർ മൈൽ സ്റ്റോൺ ആയിരുന്നു വനിതയുടെ പാചകത്തിനകത്ത് റെസിപ്പി വന്നത്, ഭരത്തിന്റെ റെസിപ്പി വന്നത്. ആ ഒരു ജേണി എന്തായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി എന്തായിരുന്നു നമ്മളോട്? ഇപ്പോ എന്നെ ഇവിടെ ഇന്റർവ്യൂവിന് വിളിച്ച സമയത്ത് എനിക്ക് ഉറക്കം വരാതെ കിടക്കുമായിരുന്നു. അപ്പൊ എനിക്ക് വയറുവേദന എടുത്തിട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു. ആ സമയത്ത് അറൗണ്ട് ഒരു 12 മണി കഴിഞ്ഞിട്ട് ഞാൻ മെസ്സേജ് എടുത്ത് നോക്കിയപ്പോൾ റിക്വസ്റ്റിലായിരുന്നു വന്ന് കിടന്നിരുന്നത്. നോക്കി കഴിഞ്ഞപ്പോൾ ഇന്ന ഇന്റർവ്യൂവിന് വിളിച്ചതാണ്. അപ്പൊ ഞാനിങ്ങനെ എന്നെ തന്നെയാണോ? ഞാൻ ആദ്യം ചോദിച്ചതാ. ഷോപ്പിങ്ങിനൊക്കെ പോയി അല്ലേ? ഞാൻ അക്കൗണ്ട് ഒന്നും മാറിപ്പോയില്ലല്ലോ എന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പൊ പറഞ്ഞില്ല, ഭരത്തിന് എന്നെ കോണ്ടാക്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് രാത്രി അച്ഛനമ്മ അടുത്ത് ചെന്ന് പറയണമെന്നുണ്ട്, അടുത്തെടുക്കണം, ചേച്ചീനെ വിളിക്കണം എന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം പറയണ്ട, എങ്ങാനും നടന്നില്ലെങ്കിലോ. അപ്പം ഇപ്പം പറയണ്ട, ഞാൻ നടന്നില്ലെങ്കിലോ, എന്തായാലും വന്നു കഴിയുമ്പോൾ എല്ലാവരുടെ അടുത്തും പറയാമെന്നായിരുന്നു. പിന്നെ രാവിലെ തന്നെ ചെന്ന് എടി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ആ മെസ്സേജ് അങ്ങ് കേൾപ്പിച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ വനിതയിൽ വന്നത് ഞാൻ അങ്ങോട്ട് അവരടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കർക്കിടകത്തിൻ്റെ, ഇപ്പോൾ കർക്കിടക മാസമാണ്, എനിക്ക് അങ്ങനത്തെ ഒരു കർക്കിടകം, രാമായണ മാസം, അതൊക്കെ ഒരു ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് റെസിപ്പി എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞതാണ്
സീരീസ് നമുക്ക് ചെയ്യാം, എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന്. അങ്ങനെ അവര് വന്നിട്ട് വീട്ടിൽ വന്ന് ഷൂട്ട് ചെയ്യായിരുന്നു ചെയ്തത്. ഷൂട്ട് ചെയ്യാൻ ഈ റെസിപ്പി ഒക്കെ മോന്റെ സ്വന്തമാണോ അതോ അമ്മൂമ്മ ഇടിക്കുന്ന കിട്ടിയതാണോ? അല്ല, ഞാൻ ഇപ്പോൾ പഴയതായിട്ടുള്ള റെസിപ്പീസ് ഇല്ലേ, ഇപ്പോൾ എന്താ പറയാ, താളും പരിപ്പും നമ്മൾ കർക്കിടക മാസത്തിൽ കൂടുതൽ വെക്കണതാണ് താളും പരിപ്പും. അതിനൊരു റെസിപ്പി ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ അമ്മൂമ്മയുടെ നിന്നൊക്കെ പഠിക്കണതാ. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റീൽസിലായാലും, ഇപ്പോൾ റീൽസിൽ കണ്ടു നമ്മളത് ചെയ്യാന്ന് വിചാരിക്കും, പക്ഷെ എൻ്റെന്ന് കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇട്ടാലേ എനിക്കത് സെറ്റ് ആവുള്ളൂ. അങ്ങനെയാണ്. അതുപോലെ എനിക്കിങ്ങനെ എല്ലാവരും ചോദിക്കാറുണ്ട് ചൈനീസ് ഡിഷസ് ചെയ്തുകൂടെ എന്നൊക്കെ, പക്ഷെ ഞാനതൊന്നും എനിക്ക് അത്രയും അങ്ങ് ഇഷ്ടല്ല. അതുകൊണ്ടാണ് എനിക്കും ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ പല പല സാധനങ്ങളൊക്കെ അതാണ്. പക്ഷെ എനിക്കിങ്ങനെ ചോറും സാമ്പാറും മോരും കിട്ടുന്ന ഒരു സുഖമുണ്ട്. എനിക്കതേ അറിയൂ, വേറെ ഒന്നും എനിക്കും അറിയത്തില്ല വെക്കാൻ. ഇപ്പൊ എന്റെ അടുത്ത് എല്ലാരും ചോദിക്കാറുണ്ട് കഫേയില് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൂടെ അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ എവിടെ ചെന്നാലും ഇപ്പൊ നമ്മൾ മെന്യൂസ് ഒക്കെ നോക്കൂലോ, ബിരിയാണി. അതും ഡിഫറെന്റ് മോനെ. ഞാൻ ചെന്നിട്ട് ഞാൻ മീൽസാ പറയാ. ആണോ? ഞാൻ ചോറ് വീട്ടില് പിന്നെ എനിക്കിങ്ങനെയുണ്ട്, ഇപ്പൊ ഈ സാമ്പാർ വെക്കുകയാണെങ്കിൽ പപ്പടം അങ്ങനെ. അപ്പോൾ ഇവിടെ എനിക്ക് അൾസർ വന്ന സമയത്ത് തൈര് കഴിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനമാണ് തൈര്. പക്ഷെ തൈര് മോര് കാച്ചിയതായിട്ട് കഴിക്കുമ്പോൾ എനിക്കിഷ്ടമാണ്. ഇപ്പൊ പക്ഷെ ഞാൻ തൈരിന് ഭയങ്കര അഡിക്റ്റ് ആണ്. അപ്പോൾ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് സാമ്പാർ, തൈര്, പപ്പടം, തോരൻ, അങ്ങനെ ആ ഒരു കോംബോ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങ് സെറ്റ് ആവുള്ളൂ ഇപ്പൊ. അപ്പൊ ഇങ്ങനെ നമ്മൾ വെക്കുമ്പോഴേ കോമ്പിനേഷൻ അനുസരിച്ചിട്ടാണ് കുക്ക് ചെയ്യുക. ഇന്നത് അങ്ങനത്തെ കുറച്ച് ഭരത്തിന്റെ കുറച്ച് കോമ്പിനേഷൻസ് പറഞ്ഞു തന്നെ ഞങ്ങൾക്ക്. ഇപ്പോ അത് പണ്ടേ തുടങ്ങി വീട്ടിൽ ചെയ്യുന്ന കാര്യം കേട്ടോ. മോരൊഴിച്ചു കൂട്ടാനില്ലേ, കുമ്പളങ്ങ മോരൊഴിച്ചു കൂട്ടാനും അതുപോലെ ഉണക്ക മീൻ വറുത്തതും, അത് നല്ലൊരു കോമ്പിനേഷനാ. അതുപോലെ തന്നെ തൃശ്ശൂർക്കാരുടെ ഒരിതാണ് പരിപ്പ് കുത്തിക്കാച്ചിയതും ഉണക്കമീൻ വറുത്തതും. പരിപ്പ് കുത്തിക്കാച്ചി എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റേ ആ കടുക് വറുത്തിടുന്നതാണോ? ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് അങ്ങനെ ചെയ്യണത്. അതുപോലെ തന്നെ അരച്ച് കലക്കി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ റീൽസിൽ കണ്ടിട്ടുണ്ടാവും, അത്താഴം എന്ന് പറഞ്ഞിട്ടുള്ള റീലിൽ ഞാൻ ഇട്ടുണ്ടായിരുന്നു തേങ്ങ അരച്ചിട്ടുള്ള ഒരു കറി. അത് അരച്ചലക്കി എന്ന് അതിനെ പറയാ. അതില് കൊണ്ടാട്ടം, പപ്പടം, അങ്ങനെ കുറച്ച്. അത് പക്ഷെ നമുക്ക് കഴിക്കുമ്പോൾ എന്താ പറയാ, ഒരു ഫീല് തോന്നൂലേ, അത് അതൊക്കെ കഴിച്ചാൽ കിട്ടും. ഞാൻ ചോദിച്ചതേ, ഭാരത്തിന്റെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ എന്തൊക്കെ, ഇന്നത് അങ്ങനെ മോന്റെ ഒരു ഫേവറേറ്റ് ഒരു കോമ്പിനേഷൻ എന്താ? അങ്ങനെ, അതായത് എനിക്ക് ഒരേ മൂഡ് അനുസരിച്ചിട്ടാ. എനിക്ക് ഇന്ന കറി കൂട്ടിയിട്ട് ഇന്നൊരു ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ കൊള്ളാം അങ്ങനെ തോന്നും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മോരൊഴിച്ചിട്ടാനും മീൻ വറുത്തത്, എന്ന് വെച്ചാൽ ഉണക്കമീൻ അങ്ങനെ. ഭാരത്തിന്റെ കുക്കിങ്ങിനെ കുറിച്ചും ബാക്കി കാര്യങ്ങളെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു. അതർ ദാൻ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളല്ലാതെ വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വേറെ എന്തൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഹോബീസ് ഒക്കെ ഉണ്ട് ഭാരത്തിന്? അങ്ങനെ ചോദിച്ചാൽ ഡാൻസ് ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്ട്രെസ് പോകണമെങ്കിൽ എനിക്ക് എത്ര വയ്യെങ്കിലും ഇപ്പോൾ കൊറിയോഗ്രാഫി ചെയ്യാനാണെങ്കിലും എനിക്ക് തന്നെ പെർഫോം ചെയ്യാനാണെങ്കിലും ഡാൻസ് ചെയ്താൽ സെറ്റ് ആവും. എന്ത് ക്ലാസിക്കൽ ഡാൻസ് ആണ് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ ഞങ്ങൾക്ക് ഇനി ഉടനെ അടുത്തതൊരു ഡാൻസ് റീൽ എക്സ്പെക്ട് ചെയ്യാം. അത് കുറെ പേര് ചോദിക്കാറുണ്ട്, പക്ഷെ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് തോന്നാത്ത കാര്യമായിരുന്നു ഡാൻസ് റീൽ ചെയ്യാം എന്നുള്ളത്. അത് മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. ചില സമയത്ത് എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യാറില്ല, ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഇനിയിപ്പോ ചിലപ്പോ അങ്ങനെയൊക്കെ ഫാൻസിന്റെ കൂടുതൽ ചോദ്യങ്ങൾ വരുമ്പോ ആരാധകരുടെ നിർബന്ധം കാരണം ചിലപ്പോൾ ഞാൻ ഡാൻസ് റീൽസ് ചെയ്യുമായിരിക്കാം.